everyone, welcome to the episode 2 of 20 minutes with Anamika. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടുവിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആൻഡ് എന്തൊക്കെയാണ് അതിലുള്ള കണ്ടൻസ് എന്നുള്ളതാണ്. പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഏത് ലെസനാണ് വേണ്ടത് എന്നുള്ളതും കൂടെ പറയാം. സോ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, മൊളാരിറ്റി, അതുപോലെ തന്നെ മൊലാലിറ്റി, മോൾ ഫ്രാക്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? മൊളാരിറ്റി എന്നുള്ളതാണ്. മൊളാരിറ്റി എന്താ നോക്കിക്കേ, മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ എന്നുള്ളതാണ്. അതിലും കൂടുതൽ എളുപ്പമായിട്ടുള്ള ഞാനൊരു ഫോർമുല നിങ്ങൾക്ക് തരാം. അടുത്ത മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദ ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ, അല്ലെങ്കിൽ വോളിയം ഇൻ മില്ലി ലിറ്റർ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കാം നമ്മുടെ മൊളാരിറ്റീൻ്റെ ഫോർമുല. മൊളാരിറ്റീൻ്റെ ഫോർമുലയാണ് നമ്മൾ എഴുതാൻ പറ്റുന്നത്. എന്തായിരിക്കും? ഗിവൺ മാസ്, ഓക്കെ, ഗിവൺ നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ GMM. ഇപ്പോൾ ഒരു H2ൻ്റെ ആണ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ എത്ര ഗ്രാം H2 ആണ് തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് ദ ഗിവൺ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഗിവൺ, അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ മാസ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഇപ്പോൾ H2 ആണെന്ന് വിചാരിച്ചോളൂ, H2O ആണെന്ന് വിചാരിച്ചോളൂ. H2O ആണെങ്കിൽ എങ്ങനെ? Hൻ്റെ എന്താണ്? 1 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ് വരുന്നത്. അപ്പോൾ 1 × 2, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. 1 × 2 പ്ലസ് ഓക്സിജൻ്റെ എത്രയാണ്? 16. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 16 + 2 18 ഗ്രാംസ് എന്ന് കിട്ടി. ഇതാണ് H2Oൻ്റെ നോർമൽ ആയിട്ടുള്ള GMM എന്ന് പറയുന്നത്. ഗിവൺ എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ എത്ര ഗ്രാമാണോ തന്നത് അത് ഡിവൈഡഡ് ബൈ നമ്മൾ ഇങ്ങനെ GMM വഴി കണ്ടുപിടിക്കുന്നത് ഇൻറ്റു നമ്മൾ എന്താ ചെയ്യുക? 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. ഇതാണ് ഏറ്റവും സിമ്പിൾ ഫോർമുല കേട്ടോ. നിങ്ങൾക്ക് മൊളാരിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിലും സിമ്പിൾ ഫോർമുല വേറെ ഇനി കണ്ടുപിടിച്ചിട്ടില്ല. സോ നിങ്ങളിത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടി. ഇനി അടുത്തതാണ് നമ്മുടെ മൊളാലിറ്റി. എന്താണ് മൊളാലിറ്റി? മൊളാലിറ്റി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അതും ഇതേപോലെ തന്നെ സിമ്പിളാണ്. ഞാനതിൻ്റെ ഫോർമുല പറഞ്ഞു തരാം. മൊളാലിറ്റീൻ്റെയാണ് കേട്ടോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മൊളാലിറ്റി എന്തായിരിക്കും? അതും സെയിം തന്നെ. ഫസ്റ്റ് വൺ ഗിവൺ, എന്താണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ അത് എഴുതുക, ഡിവൈഡഡ് ബൈ GMM എഴുതുക. ഗിവൺ എപ്പോഴും എന്തായിരിക്കും? ഗ്രാമിലായിരിക്കും ഉണ്ടാവുക. ഇൻറ്റു എന്ത് ചെയ്യണം? 1000 ബൈ ഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്. ഇതാണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്. ഇത് മാത്രം പഠിക്കുക, ഓക്കെ. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. Okay, a solution is a homogeneous mixture of two or more substances consisting of a solute dissolved in solvent. Okay, അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഹോമോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു മിക്സ്ചർ ഓഫ് കോമ്പോണൻസ്, എല്ലാം നല്ല ഈക്വൽ പ്രൊപ്പോർഷനിലുള്ള ഒരു മിക്സ്ചർ ഓഫ് കോമ്പോണൻസ് ആയിരിക്കും. ആൻഡ് അതെന്തായിരിക്കും? കൺസിസ്റ്റിംഗ് ഓഫ് എ സൊല്യൂട്ട് ഡിസോൾവഡ് ഇൻ സോൾവെൻറ്റ്. അതായത് മെയിനായിട്ട് നമ്മുടെ ഒരു സൊല്യൂഷനിൽ എന്താണ് ഉണ്ടാവുക? ഒരു സൊല്യൂഷന് മെയിനായിട്ട് 2 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് സൊല്യൂട്ട്, സെക്കൻഡ് വൺ ഇസ് സോൾവെൻറ്റ്. ഈ സൊല്യൂട്ട് എന്ന് പറയുന്നത് ആയിരിക്കും സ്മോളർ ക്വാണ്ടിറ്റിയിലുള്ളത്. ഓക്കെ, സ്മോളർ ക്വാണ്ടിറ്റിയിലുള്ളതായിരിക്കും എപ്പോഴും നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ലാർജർ ക്വാണ്ടിറ്റിയിലുള്ളതായിരിക്കും നമ്മളുടെ സോൾവെൻ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ആൻഡ് എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? ഒരു സൊല്യൂട്ടിനെ ഈ ലെസ്സർ ക്വാണ്ടിറ്റിയിലുള്ള അതിനെ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മളോട് എപ്പോഴും എക്സാമിൻ്റെ ഒരു ഇതിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ മൊളാലിറ്റി വെച്ച് ചോദിക്കുന്നതാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, മൊളാരിറ്റി എന്ന് പറയുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. മൊളാലിറ്റി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ്. അതെപ്പോഴും പറയണം കേട്ടെ. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൊല്യൂഷൻ്റെ ഒരു സംഭവം നമ്മൾ ഇവിടെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയേ. സൊല്യൂഷൻ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components അല്ലെങ്കിൽ കെമിക്കലി നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസസ്. 2 or more components എന്ന് എഴുതിയാലും മതി കേട്ടോ.
ഓക്കെ, 2 or more കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ വേണമെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കോമ്പോണൻസ് എഴുതിയാലും ഡെഫിനിഷൻ കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കണം. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും എന്തായാലും എന്തിലുണ്ടാവും, ഒരു സൊല്യൂഷനിലുണ്ടാവും. ഇനി എന്താണ് ബൈനറി സൊല്യൂഷൻ? നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ. ബൈനറി സൊല്യൂഷൻ എന്നാണുള്ളത്. ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സൊല്യൂട്ടും ഒരേ ഒരു സോൾവെൻറ്റും. ഓക്കെ, നോക്കിക്കോ, എല്ലാത്തിലും ഏതൊക്കെ സൊല്യൂഷനിലും ഏതൊക്കെ എത്ര നമ്പർ ഓഫ് സൊല്യൂഷനോ സോൾവെൻറ്റോ സൊല്യൂട്ടോ ഒക്കെ വേണമെങ്കിലും വരാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു സൊല്യൂട്ട്, ജസ്റ്റ് ഒരേ ഒരു സൊല്യൂട്ട് പ്ലസ് ഒരേ ഒരു സോൾവെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ബൈനറി സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ബൈനറി സൊല്യൂഷൻ എന്ന് പറയാം. അത് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും. അതിന് എക്സാമ്പിൾ എന്താണ്? ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും വരുന്നതിനുള്ള എക്സാമ്പിൾ എന്താണ്? സോൾട്ട് സൊല്യൂഷൻ അല്ലേ? അതിലെ സൊല്യൂട്ട് എന്തായിരിക്കും? നമ്മുടെ സോൾട്ട്. സോൾവെൻറ്റ് എന്താണ്? വാട്ടർ. അത്രയേ ഉള്ളൂ. ഒരൊറ്റ സൊല്യൂട്ടും ഒരൊറ്റ സോൾവെൻറ്റേ ഉള്ളൂ. അപ്പോൾ അതൊരു ബൈനറി സൊല്യൂഷൻ എക്സാമ്പിളാന്ന് പറയാം. അതേ സെയിം സാധനം തന്നെയാണ് ഇത് ഇവിടെ അതുപോലെ കൊടുത്തിട്ടുള്ളത്. ദ കോമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റി ആണ് സൊല്യൂട്ട്, കോമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി ആണ് സോൾവെൻറ്റ്. A solution made of exactly 2 parts, that is 1 solute and 1 solvent. Simple അല്ലേ? നെക്സ്റ്റ് നോക്കുക, നമുക്ക് 9 ടൈപ്സ് ഓഫ് ബൈനറി സൊല്യൂഷൻസ് ഉണ്ട്. മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ, ഇവിടെ എല്ലാത്തിൻ്റെയും സോൾവെൻ്റ് എന്താണ്? സോളിഡ്, ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. ഓക്കെ, ഇവിടുത്തെ സോൾവെൻ്റ് എന്താണ്? ഗ്യാസ് ആണ്. ഇവിടുത്തെ ലിക്വിഡ് ആണ്. ഇവിടുത്തെ സോളിഡ് ആണ്. ഇനി ഈ സൈഡിൽ ഞാനൊരു ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് എന്ന് വെറുതെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ സൈഡിൽ കാണിക്കുന്നത് സൊല്യൂട്ടാണ് കേട്ടോ. അതൊന്ന് എഴുതാം. ഈ സൈഡിൽ കാണിക്കുന്നത് എന്താണ്? സൊല്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ സൊല്യൂട്ട് ഒരു ഗ്യാസും സോൾവെൻറ്റും ഒരു ഗ്യാസും വരുന്ന സൊല്യൂഷൻ. ഗ്യാസും ഗ്യാസും, സൊല്യൂട്ടും ഗ്യാസ് തന്നെയാണ്, അതുപോലെ തന്നെ സോൾവെൻറ്റും എന്ത് തന്നെയാണ്? ഗ്യാസ് തന്നെയാണ്. അങ്ങനെ സൊല്യൂഷൻ വന്നൂടെ? വരാം. അതിനുള്ള എക്സാമ്പിളാണ് എയർ. ഓക്കെ, ഒന്നില്ലെങ്കിൽ എയർ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയാം, അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് N2 ആൻഡ് O2 എന്ന് പറയാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, രണ്ട് ഗ്യാസസ് തമ്മിലുള്ള ഒരു സൊല്യൂഷൻ. അടുത്തത് നോക്കിക്കേ, സൊല്യൂട്ട് നമ്മുടെ ലിക്വിഡും സോൾവെൻറ്റ് നമ്മുടെ ഗ്യാസുമായിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു ഗ്യാസിൽ നമ്മളൊരു ലിക്വിഡ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ. അതിന് എക്സാമ്പിളാണ് ക്ലോറോഫോം ഇൻ N2. ക്ലോറോഫോം ലിക്വിഡ് അല്ലേ? N2 എന്ന് പറയുന്നത് നൈട്രജൻ ഗ്യാസ് അല്ലേ? അങ്ങനെ. മൂന്നാമത്തത് നോക്കാം, സൊല്യൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ സോളിഡ് ആണ്. ഓക്കെ, സോൾവെൻ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. അതായത് ഒരു ഗ്യാസിനകത്ത് നമ്മളൊരു സോളിഡിനെ മിക്സ് ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ. അതിന് എക്സാമ്പിളാണ് ക്യാംഫർ ഇൻ N2. ക്യാംഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കർപ്പൂരം അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സോ ക്യാംഫർ ഇൻ N2. ക്യാംഫർ എന്ന് പറയുന്നത് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അത് നമ്മൾ എന്തിൽ ആഡ് ചെയ്തു? നമ്മുടെ N2 എന്ന് പറയുന്ന ഗ്യാസിൽ ആഡ് ചെയ്തു. അടുത്തത് നോക്കിയേ, ഇവിടെ നമ്മളുടെ എന്താണ്? സൊല്യൂട്ട്, പിന്നെയും നമ്മൾ ഗ്യാസ് എടുത്തു, സോൾവെൻറ്റ് നമ്മൾ ലിക്വിഡ് എടുത്തു. ഓക്കെ, ഒരു ലിക്വിഡിൽ നമ്മൾ ഗ്യാസ് വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ, അതാണ് CO2 ഇൻ വാട്ടർ. നമ്മുടെ നോർമൽ വാട്ടറിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് ആഡ് ചെയ്തു. അടുത്തത് നോക്കിയേ, എത്തനോൾ ഇൻ വാട്ടർ ആണ് എക്സാമ്പിൾ. എന്തിനാണ്? ലിക്വിഡ് ആൻഡ് ലിക്വിഡിന് എത്തനോളും വാട്ടറിൽ മിക്സ് ചെയ്യുന്നു. അതാണ് സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡും ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ എക്സാമ്പിൾ. ലാസ്റ്റ് വൺ നോക്കിക്കേ, സോൾവെൻറ്റ് എന്താണ്? ലിക്വിഡ് ആണ്. സൊല്യൂട്ട് എന്താണ്? സോളിഡ് ആണ്. അത് നമ്മളുടെ നോർമൽ നമ്മളെപ്പോഴും കാണുന്ന ഷുഗർ ഓർ സോൾട്ട് ഇൻ വാട്ടർ. അത് എളുപ്പമല്ലേ? കാരണം ഷുഗറും സോൾട്ടും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റൽസ് ആണ്. സോ അത് നമ്മൾ നോർമൽ വാട്ടറിൽ ആഡ് ചെയ്യുന്നു. സോ സോളിഡ് ഇൻ വാട്ടർ. അടുത്തത് നോക്കാം, സോളിഡ് സൊല്യൂഷൻ ആണ്. ഇവിടെ സോൾവെൻറ്റ് എന്താണ്? സോളിഡ് ആണ്. ഗ്യാസ് ആണ് നമ്മൾ ആദ്യം എന്തായിട്ട് എടുക്കുന്നത്? സൊല്യൂട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു സോളിഡ് സബ്സ്റ്റൻസിൽ ഗ്യാസ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണ്? H2 ഇൻ PD എന്ന് പറഞ്ഞാൽ പലേഡിയം ആണ് കേട്ടോ. സോ ഹൈഡ്രജൻ ഇൻ പലേഡിയം ഒരു എക്സാമ്പിളാണ്. അടുത്ത സൊല്യൂഷൻ എന്താ നോക്കിക്കേ, ലിക്വിഡ് സോളിഡ് സൊല്യൂഷൻ. ഓക്കെ, ഒരു സോളിഡിൽ നമ്മൾ ലിക്വിഡ് ആഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ. അതിന് എക്സാമ്പിൾ എന്താണ്? സോഡിയം അമാൽഗം. ആൻഡ് ലാസ്റ്റ് വൺ, സോളിഡും സൊല്യൂട്ടും സോൾവെൻറ്റും എന്ത് തന്നെയാണ്? സോളിഡാണ്. അങ്ങനെയുള്ള സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ എന്താണ്? കോപ്പർ ഇൻ ഗോൾഡ്. നിങ്ങൾ കോപ്പറിൽ ഗോൾഡൊക്കെ കോട്ട് ചെയ്യില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. ഓക്കെ, വോളിയം ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വോളിയം പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണാം? വോളിയം പെർസെൻറ്റേജ് കാണാൻ വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ട്. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക? വോളിയം പെർസെൻറ്റേജ് കാണുക. ഓക്കെ, അതെന്താണ്? ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു
ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു സംഭവമാണ്. ഓക്കെ, ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ വോളിയം പെർസെൻറ്റേജ് കാണാനായിട്ട് ചോദിക്കാം. ഇനി മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ? ഗിവൺ മാസ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മാസ്, ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റിൻ്റെ നമുക്ക് തന്നിട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ബൈ വോളിയം കിട്ടും. പിന്നെ മൊളാരിറ്റീൻ്റെ ഫോർമുല ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചായിരുന്നു, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല വീണ്ടും. അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ സൈഡിലേക്ക് നോക്കിക്കേ, മാസ് വെച്ചിട്ടുള്ളത് മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുക? നമ്മൾ ഗിവൺ മാസ്, ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഗിവൺ മാസ് ഓഫ് ദ കോമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഞാനിവിടെ മൊത്തം നോട്ട്സ് എഴുതുന്നുണ്ടാവില്ല, സോ ഞാൻ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയാൽ പാർട്സ് പെർ മില്യൺ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. പാർട്സ് പെർ മില്യൺ ഇൻ ദ ഫോം ഓഫ് മാസും കാണാം, ഇൻ ദ ഫോം ഓഫ് വോളിയവും കാണാം. അപ്പോൾ രണ്ട് ഫോർമുലയും ഇവിടെ എഴുതി തരാം. മാസിൻ്റെ ഇതിലാണ് നോക്കിക്കോ കേട്ടോ. പി ഓഫ് മാസ് എന്ന് എഴുതുകയാണ് ഞാനിപ്പം. ഓക്കെ, പി ഓഫ് മാസ് എന്ന് എഴുതാണ്. നോക്കി എങ്ങനെയായിരിക്കും? ഗിവൺ മാസ് ഒന്നുമില്ല, നമ്മുടെ മാസ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല ഇല്ലേ, അത് തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു നമ്മൾ 10⁻⁶ കൊടുക്കുക. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് വോളിയത്തിൻ്റെ കേസിലും. പി ഓഫ് വോളിയം ആവുമ്പോൾ എന്തായിരിക്കും? ഗിവൺ വോളിയം ഓഫ് ദ കോമ്പോണൻറ്റ്. മേളിൽ എപ്പോഴും എന്തിൻ്റെ ആണോ ആ കോമ്പോണൻ്റ് ആയിരിക്കും കേട്ടോ. താഴെ എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ ആയിരിക്കും. ഇൻറ്റു എന്ത് ചെയ്യുക? ഇവിടെ എന്ത് ചെയ്യുക? 10⁻⁶ ചെയ്യുക. ഇതാണ് നമ്മുടെ പാർട്സ് പെർ മില്യൻ്റെ ഫോർമുല. മൊളാലിറ്റീൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മോൾ ഫ്രാക്ഷൻ്റെ കാണാനായിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈ എ എന്നാണ് കേട്ടോ ഇതിനെ പറയാം. കൈ എ. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് നമുക്ക് കണ്ടതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. സിമിലർലി കൈ ബി ആണെന്ന് വിചാരിച്ചു, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കോമ്പണൻറ്റ് ബി ആണെങ്കിൽ number of moles of B divided by number of moles of A plus number of moles of B. ഇതിന് പുറമേ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കോമ്പോണൻറ്റ് A പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കോമ്പോണൻറ്റ് B gives 1. ഈ 3 ഫോർമുലയാണ് നമുക്ക് മോൾ ഫ്രാക്ഷനിൽ നോക്കാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ പഠിക്കണം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കുട്ടി പ്രോബ്ലംസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത കംപ്ലീറ്റ് ഫോർമുലാസ് ഇത് അവിടെ ഉണ്ട് കേട്ടോ. എന്താണ് മാസ് പെർസെൻറ്റേജ്, എന്താണ് വോളിയം പെർസെൻറ്റേജ്, എന്താണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ എന്താണ്, മൊളാലിറ്റി എന്താണ്, കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. ഇത് ടെക്സ്റ്റ് പ്രകാരമുള്ള ഫോർമുലയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ച ഫോർമുല എഴുതിയാലും നിങ്ങൾക്ക് മാർക്സ് കിട്ടും. സെയിം ആൻസറും തന്നെയാണ് കിട്ടുക. അതാണ് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പം, അതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. ഇതും സിമ്പിൾ തന്നെയാണ്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ പറഞ്ഞ സാധനം തന്നെ, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കോമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ ഒരു കോമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ്, അതിൻ്റെ റേഷ്യോ ടു എത്ര കോമ്പോണൻറ്റ്സ്, ടോട്ടൽ കോമ്പോണൻറ്റ്സ് ആ സൊല്യൂഷനിൽ ഉള്ളത്, അതിൻ്റെ നമ്പർ ഓഫ് മോൾസിലേക്കുള്ള റേഷ്യോ. ഇതിനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം. നമ്മൾ രണ്ട് ഫോർമുല ഞാൻ പറഞ്ഞതും എക്സ്ട്രാ പറഞ്ഞതും ഒക്കെ നമ്മുടെ ഈ ഒരു സ്ലൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ടു നോക്കാം. അടുത്തത് സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. ഓക്കെ, സൊല്യൂബിലിറ്റി, ലിക്വിഡിൽ നമ്മുടെ സോളിഡിൻ്റെ സൊല്യൂബിലിറ്റി എത്രത്തോളം ആണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ പോയിന്റ്, പോളാർ ആയിട്ടുള്ള കോമ്പോണൻസ് എപ്പോഴും പോളാർ ഇതിൽ സോൾവെൻറ്റിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്യുക. ഓക്കെ, പോളാർ സോൾവെൻറ്റ്, polar solute dissolve in polar solvent. ഓക്കെ, അതുപോലെ തന്നെ എന്തായിരിക്കും, നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്സ്. ഓക്കെ, അടുത്ത് നോക്കിയാൽ ഇനി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നോക്കുന്നുണ്ട് കേട്ടോ. സൊല്യൂബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എന്തും കൂടും, സൊല്യൂബിലിറ്റിയും കൂടും. എന്തിൽ? സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്സിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് നോക്കണം. ഇനി അടുത്തത് നോക്കിയേ, എക്സോതെർമിക് ഡിസൊല്യൂഷൻ ആകുമ്പോൾ സൊല്യൂബിലിറ്റി എന്താവും, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നുള്ളതാണ് നോക്കേണ്ടത്.
ഓക്കെ, അത് രണ്ടും നോക്കുക. എൻഡോതെർമിക് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് സീറോനെക്കാട്ടിലും വലുതാണെന്നുണ്ടെങ്കിൽ സൊല്യൂബിലിറ്റി കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടും എന്നുള്ളതാണ്. ഇവിടെ എന്താ സംഭവിക്കുക, എക്സോതെർമിക് ആണ്, അതായത് നമ്മുടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ, ഹീറ്റ് ചേഞ്ച് ആണ് കേട്ടോ ഈ ഡെൽറ്റ എച്ച്, അത് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും, സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസിൽ നിന്ന് ഡിക്രീസ് ആവും. സൊല്യൂബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി പ്രഷറിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻ്റ് എഫക്ട്സ് ഒന്നും സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സിൽ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഹെൻറീസ് ലോ. ഞാൻ കുറേ സ്റ്റാർസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നോക്കിക്കേടാ. ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ ഗ്യാസസ്, സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്, ഒരു ലിക്വിഡിൽ ഗ്യാസിൻ്റെ എത്രത്തോളം സൊല്യൂബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലുള്ള ഗ്യാസിൻ്റെ ഒരു സൊല്യൂഷനിലുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതേ സൊല്യൂഷനിൽ തന്നെയുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് പി ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ഓക്കെ, എക്സ് എന്തായിരുന്നു, നമ്മുടെ കൈ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മോൾ ഫ്രാക്ഷനിൽ, ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ. പി ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്മുടെ കൈ, അതാണ് നമ്മുടെ മോൾ ഫ്രാക്ഷൻ. ഇത് പാർഷ്യൽ പ്രഷർ, ഇത്രേ പറയുന്നുള്ളൂ. ഒരു സൊല്യൂഷനിലുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതേ സൊല്യൂഷനിലുള്ള ഗ്യാസിൻ്റെ എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിൽ മാത്രം നിർത്താൻ പറ്റില്ല. സോ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു ഇട്ട് കൊണ്ടുവരുന്ന കോൺസ്റ്റൻ്റ് ആണ് ദിസ് കെ എച്ച്. ഈ കെ എച്ച് എന്തെന്നാണ് അറിയപ്പെടുന്നത്, നമ്മുടെ ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ഫോർമുല കേട്ടോ. ഇനി നോക്കാം, ഇതാണ് എക്സാമിൻ്റെ ഒരു ഇതിൽ കെ എച്ച്, അതായത് നമ്മളുടെ ഈ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് സൊല്യൂബിലിറ്റി കുറയും, അതും കൂടെ നോക്കാം. ഇനി നമ്മുടെ ഹെൻറീസ് ലോൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പഠിക്കണം. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? സോഫ്റ്റ് ഡ്രിങ്ക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, CO2ൻ്റെ സൊല്യൂബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ബോട്ടിൽസ് നമ്മൾ ഹൈ പ്രഷറിലാണ് സീൽ ചെയ്യുന്നത്. ഇനി അണ്ടർ വാട്ടറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ഒരു കണ്ടീഷൻ വരാം. അത് വരാതിരിക്കാൻ അവരെന്താണ് യൂസ് ചെയ്യുന്നത്, അവർ കൊണ്ടുപോകുന്നത് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം ആണ് ഫോർ ദെയർ ബ്രീത്തിങ് പർപ്പസ്. സോ അത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. അടുത്ത എന്താണ്, മൂന്നാമത്തെ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ്, അതായത് ഉയരം കൂടുന്തോറും നമുക്ക് ആ O2ൻ്റെ പ്രഷർ, ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് O2, ഓക്സിജൻ്റെ സംഭവം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും, ലോ ബ്ലഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ആയിരിക്കും നമ്മളുടെ ബോഡിയിൽ. അത് എന്തിലോട്ട് നയിക്കും, ഒരു കണ്ടീഷനിലോട്ട് നയിക്കും, കോൾഡ് അനോക്സിയ. അനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ വിൽ ബിക്കം വീക്ക് ആൻഡ് അൺഏബിൾ ടു തിങ്ക് പ്രോപ്പർലി. അങ്ങനെ ഒരു കണ്ടീഷനാണ്. അവർ വീക്കാവും, അവർക്കൊന്നും കറക്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ എന്തെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിയിടാ, വേപ്പർ പ്രഷർ. ഓക്കെ, വേപ്പർ പ്രഷർ എന്താണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇവാപ്പറേഷൻ നടന്നിട്ട് ഈ വെള്ളമൊക്കെ ഗ്യാസ് ആയിട്ട് പോകുന്നു. ആ ഗ്യാസ് തിരിച്ച് എന്തായിട്ട് വേപ്പറായിട്ട് പോകുന്നു. അത് തിരിച്ച് എങ്ങനെ വരുന്നു, കണ്ടൻസേഷൻ ചെയ്ത് പിന്നെയും വെള്ളമായിട്ട് വരുന്നു. ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓവർ ദ ലിക്വിഡ് സർഫസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഓക്കെ, അതിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തേ ഉള്ളൂ. ഇനി നമ്മുടെ റോൾസ് ലോ. എന്താണ് റോൾസ് ലോ എന്ന് പറഞ്ഞാൽ, ഇതും നമ്മളുടെ സെയിം ഹെൻറീസ് ലോ പോലെ തന്നെയാണ് പറയുന്നത്. എന്താണ്, വൊളാറ്റൈൽ ലിക്വിഡ്സിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, അതാണ് ഇമ്പോർട്ടൻ്റ്. വൊളാറ്റൈൽ ലിക്വിഡ്സിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെയുള്ള പാർഷ്യൽ വേപ്പർ പ്രഷർ, ആ ഒരു സൊല്യൂഷനിലുള്ള ഓരോ കോമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അതിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാ കണ്ടോ, PA is directly proportional to XA. P എന്ന് പറയുന്നത് എന്തായിരുന്നു, പാർഷ്യൽ പ്രഷർ. കൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, അല്ലെങ്കിൽ X എന്ന് പറയുന്നത് എന്തായിരുന്നു, മോൾ ഫ്രാക്ഷൻ. അപ്പോൾ A എന്ന് പറയുന്ന ഒരു കോമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ അതിൻ്റെ തന്നെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ആ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ P0A എന്ന് പറയുന്നത്. അതെന്താണ്, വേപ്പർ പ്രഷർ ഇൻ പ്യുവർ സ്റ്റേറ്റ് ആണ്. ആ ഒരു രീതിയിൽ നമ്മൾ രണ്ട് ബീൻ്റെ കമ്പോണൻറ്റിനെയും ചെയ്തു. അങ്ങനെ നമുക്ക് ഡോൾട്ടൺസ് ലോ പ്രകാരം എന്ത് പറയാം, ഈ PAൻ്റെയും PBയുടെയും ടോട്ടലാണ് പാർഷ്യൽ വേപ്പർ പ്രഷറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷനാണ് P = P0A. ഇത് ഇൻറ്റു ആണ്, ഇൻറ്റു വേണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് P0A കൈ A പ്ലസ് P0B കൈ B എന്ന് പറയാം. സോറി, ഇവിടെ B ആണ്. ഓക്കെ, ഇങ്ങനെ പറയാം.
ഇതാണ് നമ്മുടെ റോൾസ് ലോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഗ്രാഫ് കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ നിങ്ങൾ തന്നെ നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് സ്പെഷ്യൽ കേസ് ഉണ്ട് കേട്ടോ. റോൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. ഒന്നുമില്ല, രണ്ടിൻ്റെയും ഇക്വേഷൻ എടുത്ത് നോക്കുമ്പോൾ രണ്ടിലും പറയുന്നത് സെയിം കാര്യമാണ്. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ആ കോമ്പോണൻറ്റിൻ്റെ ഏത് കോമ്പോണൻ്റ് ആണോ സൊല്യൂഷനിലുള്ളത് അതിൻ്റെ തന്നെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ രണ്ട് ലോയിലും പറയുന്നതെന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നോക്കിക്കേ, ഐഡിയൽ സൊല്യൂഷൻസും നോൺ ഐഡിയൽ സൊല്യൂഷൻസും എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ഒബേ റോൾസ് ലോ. ഓക്കെ, റോൾസ് ലോ എന്ത് ചെയ്യും? ഒബേ ചെയ്യും. അതിൽ ഇൻ്ററാക്ഷൻസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഈ എ ബിയും എ എയും ഒക്കെ എന്താണെന്നറിയോ? എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് സോൾവെൻറ്റ് അല്ലെങ്കിൽ സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ ആണ്. ഓക്കെ, സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ്ററാക്ഷൻ ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് അത് ഈക്വൽ ആണെന്ന് പറയുന്നു. ഡെൽറ്റ എച്ച്, അതായത് ഹീറ്റ് ചേഞ്ച് അവിടെ ഇല്ല, 0 ആണ്. വോളിയം ചേഞ്ച് അതും അവിടെ ഇല്ല, 0 ആണ്. അസിയോട്രോപ്പ് ഒന്നും ഫോം ആയിട്ടും ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാം പാടാൻ ഞാൻ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അടുത്തത് നോക്കുക, നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനാണ് നോൺ ഐഡിയൽ എന്ന് പറയുന്നത്. നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡീവിയേഷനും ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. അത് നോക്കിക്കേ, അതിലെന്തായിരിക്കും പോസിറ്റീവ് ഡീവിയേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻ ദിസ് വി ഗെറ്റ് ദ ഗ്രാഫ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ആസ് എക്സ്പെക്റ്റഡ് ടു റോൾസ് ലോ. നമ്മൾ റോൾസ് ലോ എന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കാളും ഗ്രേറ്റർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. ആൻഡ് വീക്കർ ആണ് എ ബി ഇൻ്ററാക്ഷൻ, അതായത് സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ്ററാക്ഷനെക്കാട്ടിലും വീക്കർ ആണെന്ന് പറയാം. ആൻഡ് ഹീറ്റ് ചേഞ്ച് അവിടെ ഉണ്ട്, പോസിറ്റീവ് ആണ്. വോളിയം ചേഞ്ചും അവിടെ ഉണ്ട്, പോസിറ്റീവ് ആണ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആണ് ഫോം ആവുന്നത്. ഓക്കെ, അസിയോട്രോപ്സ് എന്താണെന്നുള്ളത് അറിയാമോ? അസിയോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമ്പൗണ്ട് മിക്സ്ചേഴ്സ് വിച്ച് ഡിസ്റ്റിൽ, അതിനെ പറയാം. ഇനി നെഗറ്റീവ് ഡീവിയേഷനിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ റോൾസ് ലോയിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ലോ ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ആയിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. ആൻഡ് എ ബി ഇൻ്ററാക്ഷൻ എ എ ആൻഡ് ബി ബി ഇൻ്ററാക്ഷനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. വാട്ട് ഇസ് എ എ ആൻഡ് ബി ബി? എ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ്ററാക്ഷനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. ആൻഡ് ഇവിടെ ഹീറ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, നെഗറ്റീവ് ആണ്. വോളിയം ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അതും നെഗറ്റീവ് ആണ്. ആൻഡ് ഇതെന്താ? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇവിടെ തന്നെയുണ്ട്, ഗ്രാഫും ഇവിടെ തന്നെയുണ്ട് കേട്ടോ. ഇവിടെ ഒരു വരയും കൂടെ വരുവേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വരയും കൂടെ വരുവേ, അത് വിട്ടുപോയതാ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരും. ഓക്കെ, അപ്പോൾ രണ്ട് സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി പഠിക്കാം. ആൻഡ് ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The properties of dilute solution depend only on the number of solute particles irrespective of their nature. Okay, എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട് ഒരു സൊല്യൂഷനിൽ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. അതെന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ നേച്ചർ ആണ്. അതിൻ്റെ ഓരോ കോമ്പണൻറ്റിൻ്റെയും നേച്ചർ എന്താണെന്നുള്ളത് അത് മൈൻഡ് പോലും ചെയ്യില്ല. ഫസ്റ്റ് വൺ ആണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, സെക്കൻഡ് വൺ ഇലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, തേർഡ് വൺ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഫോർത്ത് വൺ ഓസ്മോട്ടിക്. അപ്പോൾ നമ്മൾ ആകെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ പഠിക്കേണ്ട ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. ഒരു സൊല്യൂഷൻ്റെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതേ സൊല്യൂഷൻ്റെ തന്നെ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ നമ്മൾ പഠിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് നമ്മുടെ വേപ്പർ പ്രഷർ എപ്പോഴാണോ ഈക്വൽ ആവുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഗ്രാഫ് അതുപോലെ തന്നെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് ഫോംസ് ഓഫ് എ സബ്സ്റ്റൻസ് ആർ ഇൻ ഇക്വിലിബ്രിയം ആൻഡ് ഹാവ് ദ സെയിം വേപ്പർ പ്രഷർ. ഓക്കെ, സോളിഡും ലിക്വിഡ് ഫോംസും ഒരേ ഒരു സെയിം സബ്സ്റ്റൻസിൻ്റെ തന്നെ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും കൂടെ ഇക്വിലിബ്രിയത്തിലുള്ള സമയത്തും അതിന് ഒരേ വേപ്പർ പ്രഷർ ഉള്ള ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. അതിൻ്റെയും ഗ്രാഫ് ഡെറിവേഷൻസ് കാര്യങ്ങൾ എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് 20 മിനിറ്റ്സിൽ തീർക്കേണ്ടത് കാരണം ഞാൻ ഡെറിവേഷൻസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളത് ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഓസ്മോസിസ് ആണ്.
So the spontaneous flow of solvent from pure solvent to the solution or from a solution to a lower concentration to a solution of higher concentration when two are separated by a semi-permeable membrane is called osmosis. പ്യുവർ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്കുള്ള ഒരു സ്പോണ്ടേനിയസ് ഫ്ലോയോ അല്ല എന്നുണ്ടെങ്കിൽ ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന ആ ഒരു ഫ്ലോയോ വെൻ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇതിൻ്റെ രണ്ടിനും ഇടയിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് സ്പോണ്ടേനിയസ് ഫ്ലോയോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്യുവർ സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് പോകുന്ന ഒരു ഫ്ലോയിനെയോ ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ഈ ഒരു ഫ്ലോ തടയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മിനിമം പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്നും കൂടെ പറയാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഐ നോ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ വിട്ടിട്ടുണ്ട്, ലൈക്ക് വാൺ ഹോഫ് ഫാക്ടർ, അതുപോലെ തന്നെ ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ, അതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതും സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.